പ്രവാസ ലോകത്തിലെ വാർത്തകളിലേക്ക്. കാനഡയിൽ കുടിയേറ്റ നയങ്ങളിലെ മാറ്റങ്ങളിൽ പ്രതിഷേധിച്ച് നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. ഈ വർഷം അവസാനത്തോടെ വർക്ക് പെർമിറ്റ് കാലഹരണപ്പെടുമ്പോൾ 70,000-ലധികം ബിരുദധാരികൾ നാടുകടത്തപ്പെടാനുള്ള സാധ്യതയാണ് പുതിയ നിയമത്തിലുള്ളത്. ജസ്റ്റിൻ ട്രൂഡോ ഗവൺമെന്റിന്റെ കുടിയേറ്റ നയംമാറ്റം കാരണം നാട് കടത്തപ്പെടുമെന്ന ഭയത്തിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ. കാനഡയിലെ ആയിരക്കണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ വർക്ക് പെർമിറ്റ് കാലഹരണപ്പെടുമ്പോൾ 70,000-ലധികം ബിരുദധാരികൾ നാട് കടത്തപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ പലരും പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആഗ്രഹങ്ങളുമായി കാനഡയിൽ എത്തിയവരാണ്. പഠനത്തിനു ശേഷം സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നിരവധി വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാണ് പുതിയ നയങ്ങൾ. വിദേശ തൊഴിലുകൾ നിലവിലെ 20% നിന്ന് 10% കുറയ്ക്കാനാണ് പദ്ധതി. സെപ്റ്റംബർ 26 പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. മാത്രമല്ല, തൊഴിലില്ലായ്മ നിരക്ക് 6% അതിൽ കൂടുതലോ ഉള്ള പ്രദേശങ്ങളിലെ തൊഴിലുടമകളിൽ നിന്നുള്ള അപേക്ഷകൾ സർക്കാർ ഇനി പ്രോസസ്സ് ചെയ്യില്ല. കുറഞ്ഞ വേതന സ്ട്രീമിൽ തൊഴിലാളികളെ നിയമിക്കാവുന്ന പരിധി 2 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറയ്ക്കും. താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കാനും വിദേശ തൊഴിലാളികളുടെ എണ്ണം പരിമിതപ്പെടുത്താനുമുള്ള പദ്ധതികളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ജനസംഖ്യയിലെ താൽക്കാലിക താമസക്കാരുടെ അനുപാതം 6.2% നിന്ന് 5% കുറയ്ക്കുമെന്ന് ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ സൂചിപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തുടനീളം പ്രതിഷേധം തുടരുമ്പോൾ അന്തർദേശീയ വിദ്യാർത്ഥികളുടെയും താൽക്കാലിക വിദേശ തൊഴിലാളികളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിന് കനേഡിയൻ ഗവൺമെന്റിന് മേൽ സമ്മർദ്ദമേറുകയാണ്. പ്രവാസികൾക്ക് ആശ്വാസമേകി നിരക്കിളവുകൾ പ്രഖ്യാപിച്ച് ഒമാൻ എയർ. 31 റിയാൽ മുതൽ ടിക്കറ്റുകൾ ലഭ്യമാകും. സെപ്റ്റംബർ 5 വരെ നീളുന്ന ഗ്ലോബൽ സെയിലിന്റെ ഭാഗമായാണ് ഇളവുകൾ പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെയുള്ള യാത്രകൾക്ക് ഇളവ് ബാധകമാണ്. ബിസിനസ്, ഇക്കോണമി ക്ലാസുകളിൽ 25% ടിക്കറ്റ് നിരക്ക് കുറയും. ആഭ്യന്തര വിമാന സർവീസുകൾ, കോഡ് ഷെയർ സർവീസുകൾ എന്നിവയ്ക്ക് ഇളവ് ഉണ്ടായിരിക്കില്ല. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വളരെ ആശ്വാസകരമായ തീരുമാനമാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫാഷൻ ബ്രാൻഡായ സുഡിയോയുടെ ദുബായിലെ ആദ്യ സ്റ്റോർ അടുത്ത മാസം തുറക്കും. സിലിക്കൺ ഒയാസിസ് മാളിലാണ് പുതിയ സ്റ്റോർ ആരംഭിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ആദ്യ സ്റ്റോറാണ് ദുബായിൽ ആരംഭിക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണത്തെ ആശ്രയിച്ച് കൂടുതൽ സ്റ്റോറുകൾ തുറക്കാനാണ് പദ്ധതി. ടാറ്റയുടെ തന്നെ വെസ്റ്റ് സൈഡിനേക്കാൾ മുന്നേറ്റം സുഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ജൂണിലെ കണക്കനുസരിച്ച് കമ്പനിക്ക് 228 വെസ്റ്റ് സൈഡ് സ്റ്റോറുകളും 559 സുഡിയോ സ്റ്റോറുകളും 36 മറ്റ് ലൈഫ് സ്റ്റൈൽ സ്റ്റോറുകളുമുണ്ട്. 2024 ട്രെൻഡ് വിൽപ്പനയിൽ 50% വർധന രേഖപ്പെടുത്തി 12,375 കോടി രൂപയായും ട്രെൻഡ് 2023-24 വിൽപ്പനയിൽ 50% വർധന രേഖപ്പെടുത്തി 12,375 കോടി രൂപയായും അറ്റാദായം 4 ഇരട്ടിയായി 1,477 കോടി രൂപയായും ഉയർന്നു. നോയൽ ടാറ്റയുടെ നേതൃത്വത്തിലുള്ള ട്രെൻഡിന്റെ പ്രധാന വരുമാന വിഭാഗമാണ് സുഡിയോ. മൊത്തം വരുമാനത്തിന്റെ 1/3 സംഭാവന ചെയ്യുന്നത് സുഡിയോയാണ്. തുടക്കത്തിൽ 8% മാത്രം വരുമാനം നൽകിയിരുന്ന വിഭാഗമാണ് ഈ മുന്നേറ്റം കാഴ്ചവെക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. ട്രെൻഡിന്റെ സുഡിയോയുടെ വിജയത്തെ തുടർന്ന് റിലയൻസ് റീറ്റെയിലിന്റെ യൂസ്റ്റ, FBFRLന്റെ സ്റ്റൈലപ്പ്, ഷോപ്പേഴ്സ് സ്റ്റോപ്പിന്റെ ഇൻട്യൂൺ തുടങ്ങി മറ്റ് ദേശീയ റീറ്റെയിലർമാരും ഈ വിഭാഗത്തിൽ വിപണിയിൽ സജീവമായുണ്ട്. സൗദിയിൽ ഈ സ്റ്റോറുകളുടെ എണ്ണത്തിൽ വൻ വർധന. ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ എണ്ണത്തിലും റെക്കോർഡ്. ഈ സ്റ്റോറുകളുടെ എണ്ണം 5 വർഷത്തിനിടെ 42% വർധന രേഖപ്പെടുത്തിയതായി ചെറുകിട ഇടത്തരം സ്ഥാപന അതോറിറ്റി അറിയിച്ചു. ഇത്തരം സ്ഥാപനങ്ങളുടെ എണ്ണം 42,800 വർദ്ധിച്ചു. 2025 രാജ്യത്ത് ഇ-കൊമേഴ്സ് വഴിയുള്ള വരുമാനം 2,600 കോടി റിയാലായി ഉയരുമെന്നും ചെറുകിട ഇടത്തരം സ്ഥാപന അതോറിറ്റി വ്യക്തമാക്കി. റിപ്പോർട്ട് അനുസരിച്ച് 2023 ഇ-കൊമേഴ്സ് പ്രൊജക്റ്റുകൾക്ക് ധനസഹായം നൽകുന്നതിന്റെ മൂല്യം
1.7 ബില്യൺ റിയാലാണ്. സൗദി അറേബ്യ ആഗോളതലത്തിൽ ഇ-കൊമേഴ്സിൽ 8ാം സ്ഥാനത്താണ്. ഉപഭോക്താക്കളുമായുള്ള മത്സരം, പരിമിതമായ വിഭവങ്ങൾ, ബിസിനസ് സേവനങ്ങൾ, അവരുടെ വളർച്ചയെയും വിപുലീകരണത്തെയും ബാധിച്ചേക്കാവുന്ന മറ്റു വെല്ലുവിളികൾ എന്നിങ്ങനെ ഇ-കൊമേഴ്സ് മേഖലയിലെ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.